ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഈ ഭാരതഭൂമിയുടെ അതുല്യമായൊരു സവിശേഷത, പ്രതിഭ, അപാരമായ ശക്തി, ഇതെന്താണെന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും എത്രത്തോളം സൗഭാഗ്യവാന്മാരാണ് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഭാരതത്തിലാണ് ആത്മവിദ്യയുടെ ഉറവിടമുള്ളത്. ഭൂമിയിൽ മറ്റൊരിടത്തും ഇത് ദർശിക്കാൻ സാധിക്കില്ല. ഭൗതികമായ ശാസ്ത്ര പുരോഗതി ഉണ്ടായിരിക്കാം മറ്റു പല രാജ്യങ്ങളിലും, എന്നാൽ ആത്മവിദ്യയുടെ അതിൻ്റെ സ്രോതസ്സ് ഭാരതഭൂമി മാത്രമാണ്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടും ഇവിടെയുള്ള പൂർവികരായ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ നന്മയ്ക്കും വികാസത്തിനും വേണ്ടി നമുക്ക് പകർന്നു നൽകിയ അമൂല്യമായ സമ്പത്ത്, ആത്മവിദ്യ എന്ന സമ്പത്തിനെ തിരിഞ്ഞു നോക്കാതെ, അതിനെ പഠിക്കാൻ ശ്രമിക്കാതെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ജീവിതത്തിൽ മാനസിക വിഷമങ്ങളായും ശാരീരിക രോഗങ്ങളായും ഇന്ന് നമുക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദു സമൂഹം തന്നെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ജീവിക്കാൻ ശ്രമിക്കണം. നാം ഓരോരുത്തരും പഠിക്കണം. ശാസ്ത്ര പഠനം വളരെ അത്യാവശ്യമാണ്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രാവിലെ എണീക്കണം 5 മണിക്ക്. എന്നിട്ട് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം പരിശീലിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 69ാമത് ശ്ലോകം വരെയായിരുന്നു കണ്ടത്. തുടർന്ന് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിലെ 70ാമത് ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം എന്താണ് കണ്ടത്? യാ നിശാസ്രവബോധാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതിബോധാനി സാ നിശാ പശ്യധോ മുനേഹേ. ഏതു കാര്യത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണോ നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാനസിക സംഘർഷങ്ങളും അശാന്തിയും നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്, ആ അറിവ്, നമുക്കറിയാത്ത ആ അറിവ് ആത്മവിദ്യയാണ്. നാം അതിൽ ഉറങ്ങിക്കിടക്കുന്നു, ഈ ആത്മവിദ്യയിൽ. എന്നാൽ ഇതേ അറിവ് അവരിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ആരിലാണത്? യോഗികളിൽ, സാധകന്മാരിൽ, ഋഷിവര്യന്മാരിൽ, തപസ്വികളിൽ. ആരാണോ ആത്മാർത്ഥമായി സാധന അനുഷ്ഠിക്കുന്നത് അവരിൽ ഈ അറിവ് പ്രകാശിച്ചു നിൽക്കുന്നു. അവർ ഈ അറിവിൽ ഉണർന്നിരിക്കുന്നു. ഏതറിവിൽ? ആത്മവിദ്യ എന്ന അറിവിൽ. ഏതൊന്നിനെ അറിഞ്ഞാലാണോ നമുക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും സദാ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആ അറിവിനെ അവർ അറിയുന്നു. ആരറിയുന്നു? ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർ അറിയുന്നു. രാവിലെ 8 മണി വരെ കിടന്നുറങ്ങുന്നവർ എന്നും ഉറക്കത്തിൽ തന്നെ നിൽക്കും. അവർക്കൊരിക്കലും ജീവിതത്തിൽ ഉണരാനേ സാധിക്കില്ല. അത് ഓർമ്മിച്ചോളൂ. തുടർന്ന് ഭഗവാൻ പറയുന്നു 70ാമത് ശ്ലോകം. ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാഭപ്രവിശന്തി യദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാഭപ്രവിശന്തി യദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് 2 തരം കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിച്ചു തരികയാണ് ഭഗവാൻ. നമ്മളെ ഓരോരുത്തരെയും ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നമ്മെ പഠിപ്പിച്ചൊരു കാര്യം എന്താണ്? എത്രത്തോളം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ജീവിതത്തിൽ സന്തോഷവും കൂടും. ഇതാണല്ലോ നമ്മുടെ മനസ്സിലെ ഒരു ഉറച്ച വിശ്വാസം. എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പൂർത്തീകരിക്കുമ്പോൾ എത്രത്തോളം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എത്ര കണ്ട് പൂർത്തീകരിക്കുന്നു അത്ര കണ്ട് എൻ്റെ സന്തോഷവും ജീവിതത്തിൽ സുഖവും വർദ്ധിക്കുന്നു. എന്നാൽ ഇവിടെ ഭാരതത്തിലെ പൂർവീകരായ തത്വചിന്തകന്മാരായ നമ്മുടെ ഋഷിവര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ഉദാഹരണത്തിലൂടെ. ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വത്. എല്ലാവർക്കും വളരെ നിസ്സാരമായി തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സത്യമാണിത്. സമുദ്രത്തിലേക്ക് പല ഭാഗത്തു നിന്നും, പല നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം സമുദ്രത്തിൽ വന്നു ചേരുമ്പോഴും അവിടെ സമുദ്രത്തിലെ ജലനിരപ്പിൽ ഒരു കൂടുതലോ അല്ലെങ്കിൽ ഒരു കുറവോ സംഭവിക്കുന്നില്ല.
എന്നും അചല പ്രതിഷ്ഠം. സമുദ്രത്തിലെ ജലനിരപ്പ് എന്നും എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നു. ഏതെല്ലാം ഭാഗത്തു നിന്ന് ഏതെല്ലാം നദികളിലെ ജലം സമുദ്രത്തിലേക്ക് വന്നു ചേർന്നാലും സമുദ്രത്തിലെ നിരപ്പിനെ, ജലനിരപ്പിനെ ബാധിക്കുന്നില്ല. അവരുടെ മനസ്സിലേക്കാണോ ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും സുഖവും സന്തോഷവും എല്ലാം മനസ്സിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സ് അറിയുന്നുണ്ട്. എന്നാൽ അറിയുന്ന മനസ്സിനെ ഈ പ്രശ്നങ്ങൾ അലട്ടുന്നില്ല. അങ്ങനെയുള്ളവൻ എന്തിനെ പ്രാപിക്കുന്നു? സ ശാന്തി മാപ്നോതി. അവൻ മാത്രമാണ് ശാന്തിയെ പ്രാപിക്കുന്നത്. ആര് പ്രാപിക്കുന്നില്ല ശാന്തിയെ? ന കാമകാമി. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഏതെങ്കിലും ഒരു വസ്തു നേടാനുള്ള തീവ്രമായ ഇച്ഛ. അങ്ങനെയെങ്കിൽ കാമകാമി എന്ന് പറഞ്ഞാലോ? ദി ഡിസയറർ ഓഫ് ദി ഡിസയേഴ്സ്. ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നവൻ ആരാണോ അവനൊരിക്കലും ശാന്തി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എത്രത്തോളം നമ്മൾ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ശാന്തിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതല്ലേ മനസ്സിന് സന്തോഷം നൽകുന്നത്? ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് മനസ്സിന് സന്തോഷം നൽകുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ കോടീശ്വരന്മാരും സന്തുഷ്ടരായി ജീവിക്കേണ്ടേ? അവരാത്മഹത്യ ചെയ്യരുതല്ലോ. മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊരിക്കലും അവസാനം സംഭവിക്കുകയേയില്ല. ഒരാഗ്രഹം തീരുമ്പോൾ മനുഷ്യൻ പുതിയൊരു കാരണം ഉണ്ടാക്കി തീർക്കും. പുതിയൊരു കാര്യത്തെ അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ സന്ദർഭത്തിലാണ് ഋഷി ഉപനിഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഭഗവാൻ തൻ്റെ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. എപ്പോഴാണ് മനുഷ്യന് ശാന്തി ലഭിക്കുന്നത്? തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തി മാപ്നോതി. ആരിലാണോ, ഏതൊരു വ്യക്തിയിലാണോ എല്ലാ ആഗ്രഹങ്ങളും പ്രവേശിച്ച് കെട്ടടങ്ങിയിരിക്കുന്നത്, എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായും ആ വ്യക്തിയിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്, ആഗ്രഹങ്ങൾക്ക് ആരുടെ മനസ്സിലാണോ സ്ഥാനമില്ലാത്തത് അവന് ശാന്തി ലഭിക്കുന്നു. സശാന്തി മാപ്നോതി നകാമകാമി. ആഗ്രഹങ്ങൾ കെട്ടടങ്ങി എന്നാൽ അർത്ഥം അവൻ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള കഴിവില്ല എന്നല്ല. ആഗ്രഹത്തിൻ്റെ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. മനസ്സാണ്. മനസ്സ് നിലനിൽക്കുന്ന സമയം മാത്രമേ ആഗ്രഹത്തിനും നിലനിൽപ്പുള്ളൂ. ആ മനസ്സ് തന്നെ അലിഞ്ഞു ചേർന്നാൽ ആഗ്രഹങ്ങളും അവിടെ ഇല്ലാതാകും. അങ്ങനെയൊരവസ്ഥ മനുഷ്യന് കൈവരിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കുമെന്നല്ലേ? നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ അവന് ശാന്തിയെ കൈവരിക്കാൻ സാധിക്കും, അവനവനിൽ തന്നെ. ഇത് വളരെ വിചിത്രമായി തോന്നിയേക്കാം നമുക്ക്. കാരണം ലോകത്തിൽ ആരും, ഭൂരിഭാഗം പേരും ഈ മാർഗത്തിലുള്ള സഞ്ചരിക്കാറേയില്ല. എല്ലാവരും കരുതിയിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള വസ്തുക്കളെ പ്രാപിക്കുന്നതാണ്, സമ്പത്ത് നേടുന്നതാണ്, ജോലി നേടുന്നതാണ്, സമൂഹത്തിൽ സ്ഥാനമാണ്, അതാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമെന്നാണ്. എന്നാൽ പുറകിലോട്ട് പോകൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാഋഷിമാർ ഇതേ സത്യത്തെ വളരെ ആഴത്തിൽ ശാസ്ത്രീയപരമായി അനുഭവിച്ച് തെളിയിച്ചു കാണിച്ചു തന്നതാണ്. ഇതേ ഉപനിഷത്ത് വാക്യങ്ങളാണ് ഭഗവാൻ ഈ ഗീതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. സൂര്യോദയ സമയത്ത്, സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന സമയത്ത് നാം ഇരുട്ടിൽ മൂടി പുതച്ച് കിടക്കാൻ നമ്മളെ അനുവദിക്കരുത്. 5 മണിക്ക് തന്നെ എണീക്കൂ, ഉണരൂ. ഉത്തിഷ്ഠതാഹ ജാഗ്രത. ഉണർന്നില്ലെങ്കിൽ തളരൂ, എന്നോളൂ. രക്ഷിക്കാൻ ആരും കൂടെ ഉണ്ടാകില്ല. വരാൻ തയ്യാറായില്ലെങ്കിൽ വീഴാൻ തയ്യാറാവണം. ഈശ്വരനെ കുറ്റം പറയരുത്. ക്ഷേത്രങ്ങളിൽ പോയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ പതനത്തിന് കാരണം അവനവൻ തന്നെയാണ്. പഠിക്കൂ, എണീക്കൂ. എല്ലാവരും രാവിലെ അനുഷ്ഠാനം പരിശീലിക്കും. ശ്ലോകത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടി വിശദീകരണം അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും പറയുകയാണ്, എണീക്കൂ, രാവിലെ അനുഷ്ഠാനം പരിശീലിക്കൂ. ജഗദീശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവർക്കും അതിനുള്ള ശക്തിയും ഊർജവും പകർന്നു നൽകട്ടെ. ഹരി ഓം, പ്രണാമം.